ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തി. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് ഒരുപാട് പേർ സംസാരിക്കുന്നത്. എന്നാൽ അങ്ങിങ്ങായി ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലൊന്ന് നെയ്മർ ജൂനിയർ ഡിഫെൻഡ് ചെയ്യില്ല എന്ന വിമർശനമാണ്. അതായത് ഫുട്ബോൾ എന്നുള്ളത് ടീമിൻ്റെ കൂട്ടായ ഒരു ഗെയിമാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്കർമാരും ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നെയ്മറെ പോലെയുള്ള ഒരു സ്റ്റാർ പ്ലെയർ വരുമ്പോൾ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യില്ല, അതിന് മടി കാണിക്കും എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രമുഖ ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകനായ ലക്സംബർഗോ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നെയ്മർ എന്തിന് ഡിഫെൻഡ് ചെയ്യണം എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. മെസ്സിയെ ഇദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. നെയ്മറെ പോലെയുള്ള പ്രതിഭയുള്ള ടാലൻ്റ് ഉള്ള ഒരു താരത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഡ്യൂട്ടി മറ്റുള്ളവർ ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ലക്സംബർഗോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സി പിറകിലേക്ക് ഓടി വന്ന് ഡിഫെൻഡ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് മെസ്സിയെ, ഒരു ഫുൾ ബാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിയമിക്കാൻ സാധിക്കുക? അതുപോലെ തന്നെയാണ് നെയ്മറും. നെയ്മർ എന്തിന് ഡിഫെൻഡ് ചെയ്യണം? ഫുട്ബോൾ ചില താരങ്ങൾക്കാണ് കോമ്പറ്റീറ്റീവ്, മറ്റു ചില താരങ്ങൾക്ക് അത് ബാധകമല്ല. നെയ്മർ ടാലൻ്റുള്ള അഥവാ വളരെയധികം പ്രതിഭയുള്ള ഒരു താരമാണ്. ഫുൾ ബാക്കിനെ മാർക്ക് ചെയ്യുന്ന താരത്തിന് ഇത്തരത്തിലുള്ള ടാലൻറ്റ് ആവശ്യമില്ല. നെയ്മർക്ക് വേണ്ടി മറ്റാരെങ്കിലും മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. പണ്ടും അങ്ങനെയായിരുന്നു. ബെബറ്റോ, റൊമാരിയോ എന്നിവർക്ക് വേണ്ടിയൊക്കെ മറ്റുള്ളവർ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ലക്സംബർഗോ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ, മെസ്സി എന്നിവരെ പോലെ വളരെയധികം ടാലൻ്റ് ഉള്ള താരങ്ങൾക്ക് ഇങ്ങനെ ഡിഫെൻസീവ് ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് വേണ്ടി മറ്റുള്ളവർ അത് ഏറ്റെടുക്കുകയാണ് വേണ്ടത്. നെയ്മറുടെ ടാലൻറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറ്റ നിരയിൽ അദ്ദേഹം തിളങ്ങുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് ലക്സംബർഗോ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ഡിഫെൻഡ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കളിപ്പിക്കാൻ പാടില്ല എന്ന ആ ഒരു വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങൾ അത് വെറും ബാലിശമാണ് എന്നാണ് ലക്സംബർഗോ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.